ഹലോ നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചില്ലി എഗ് റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു എഗ് റെസിപ്പിയാണ്. മാത്രമല്ല നമുക്കിത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ സൈഡ് ഡിഷായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ചില്ലി എഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 5 മുട്ടയെ നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എല്ലാം പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ മുട്ട നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ 5 മുട്ടയാണ് കാണിച്ചത്. പക്ഷേ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേക്കും മോള് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 6 മുട്ടയാണ് ഞാനിവിടെ ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ച് മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി എഗ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയെല്ലാം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. മുട്ട ഒഴിച്ചതിന് ശേഷം സൈഡിൽ നിന്ന് ഇതുപോലെ വെന്ത് വരുമ്പോഴേക്കും നമുക്കിത് നടുവിലോട്ട് ഇങ്ങനെ നീക്കി വെച്ച് കൊടുക്കണം. ഓരോ പ്രാവശ്യം വെന്ത് വരുമ്പോഴും നമുക്കിതുപോലെ സെൻറ്ററിലേക്ക് നീക്കി വെച്ച് കൊടുക്കണം. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴേക്കും മുട്ട നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. മുട്ട മുഴുവനും വെന്ത് വരുന്നവരെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. മുട്ട ഒരു സ്ക്രംബിൾ ഷേപ്പിലേക്ക് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒഴിച്ച മുട്ടയെല്ലാം നന്നായിട്ട് ഇതുപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്കിനി അതിന് ആവശ്യമായ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. മുട്ട ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇനി എഗ്ഗിന് ആവശ്യമായിട്ടുള്ള മസാല ഞാൻ ഈ പാനിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ മുട്ട ഉണ്ടാക്കാനെടുത്ത അതേ സെയിം പാൻ തന്നെയാണ് മസാല ഉണ്ടാക്കാനും എടുത്തിരിക്കുന്നത്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വാടി കിട്ടിയതിന് ശേഷം അടുത്തായിട്ട് ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 3 സവാളയാണ്. അത് ഇച്ചിരി വലുപ്പത്തിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുട്ട റെഡിയാക്കി എടുത്തതിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇച്ചിരി വലുപ്പത്തിലാണ് ഞാൻ സവാള കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ 2 ക്യാപ്സിക്കം ആ ഒരു ഷേപ്പിൽ തന്നെ ഞാൻ ഇച്ചിരി വലുപ്പത്തിൽ കട്ട് ചെയ്ത് ചേർക്കുവാണ്. ക്യാപ്സിക്കം സവാള നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ നമ്മുടെ സവാളയും ഈ ക്യാപ്സിക്കമൊക്കെ നന്നായിട്ട് പെട്ടെന്നൊന്ന് വഴന്നു വരാനായിട്ട് ആവശ്യമായ ഉപ്പ് കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. സവാളയും ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിയായിരിക്കും. രണ്ടും ജസ്റ്റ് ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് സോസാണ് ചേർക്കാൻ പോകുന്നത്. ഞാനിതിലേക്ക് 2 സ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. സോയാ സോസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ സോയാ സോസ് ചേർക്കുമ്പോഴേക്കും ശ്രദ്ധിക്കണം, അത് കൂടിപ്പോയാൽ നമുക്കത് വല്ലാത്തൊരു ടേസ്റ്റായിരിക്കും, ഒരു കുത്തൽ ടേസ്റ്റായിരിക്കും. വെജ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുക്കായി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പും പുളി എരിവൊക്കെ ഓക്കെയാണെന്ന് നോക്കാം. അഥവാ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉപ്പ് കുറച്ച് കുറവായിരുന്നുകൊണ്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എരിവ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തായിട്ട് നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട ചേർത്ത് ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണ്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അഥവാ മല്ലിയില ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത പോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ നമ്മുടെ യമ്മി ചില്ലി എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ചില്ലി എഗ്ഗ് റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.